ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് തിങ്കളാഴ്ചയിലത്തെ വിശേഷം, അതായത് നവംബർ 10 ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ചേച്ചിയുടെ 7 വർഷം മരിച്ചിട്ട് ഏഴാമത്തെ വർഷമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞല്ലോ 7 മണിക്ക് കുർബാനയാണ്, മരിയപുരം പള്ളിയിലാണ്. അപ്പോൾ അവിടേക്ക് പോകണം. അപ്പോൾ രാവിലെ തന്നെ ഞാൻ അലാം വെച്ച് എണീറ്റു. കാരണം ആ സമയം കണ്ടിട്ട് കാലം കുറേ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങനെ അത്ര നേരത്തെ എണീക്കാറില്ല ഇപ്പോൾ കേട്ടോ. രാത്രി ലേറ്റായിട്ട് കിടക്കണ കാരണം എണീക്കലും കുറച്ച് ലേറ്റായിട്ടാണ്. പക്ഷേ ഇന്ന് അലാം വെച്ചിട്ട് ഞാൻ എണീറ്റിട്ട് രാവിലെ വന്നപ്പോഴേക്കും ഡോൺ എണീറ്റുണ്ടായിരുന്നു. പിന്നെ നിങ്ങൾ അറിയാം, രാവിലെ വന്നു കഴിഞ്ഞാൽ സാധാരണ ഇവിടെ വെള്ളം ഇന്നലെ വെച്ചത് എന്താ ചെയ്യാറെന്ന് കുറേ പേര് ചോദിച്ചു. ഒന്നുമില്ല, ആ വാഷ് ബേസിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കളയും ഞാൻ എന്നല്ല, അതാണ് ചെയ്യേണ്ടത്. ഇത് മാത്രമല്ല, നമ്മൾ ഉപ്പ് വെക്കണ്ടല്ലോ, ഉപ്പ് വെച്ചതും അതെ, നമ്മൾ കളയുമ്പോൾ പുറത്ത് കളയരുത്, ഒഴുക്കി കളയണം എന്നാണ് പറയുക. അപ്പോൾ നമ്മൾ വാഷ് ബേസിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് അങ്ങോട്ട് പൊക്കോളും. അപ്പോൾ അങ്ങനെയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാനൊരു ഗ്ലാസ് കട്ടൻ വെക്കാൻ വെള്ളം വെച്ചിട്ടാണ് ബാക്കി കാര്യങ്ങൾക്ക് നിന്നത്. അപ്പോൾ ഈ കോഫി പൗഡർ ഞാൻ വാങ്ങിച്ചിട്ട് എനിക്ക് സാധാരണ കോഫി വെച്ചപ്പോൾ എനിക്ക് എന്തോ ഇഷ്ടമായില്ല. അപ്പോൾ അത് നമ്മൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കട്ടൻ വെച്ചത് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ചേച്ചിയുടെ അവിടേക്ക് പോകാനായിട്ട് ഡയോൺ കൊണ്ടുവന്ന തിരിയാണ് അത് കേട്ടോ. നല്ല എന്താ പറയുക, സെൻറ്റഡ് ക്യാൻഡിലാണ്, നല്ല മണമുള്ളത്. അപ്പോൾ അത് ഒരെണ്ണെടുത്ത് ഞാൻ കൈ പിടിച്ചു. അവിടെ അങ്ങനെ അധികം വെക്കാൻ പറ്റില്ല, നിങ്ങൾക്കിപ്പോൾ ഞാൻ പോകുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മളിന്ന് ഹൈവേ കൂടെയാണ് പോയത് കേട്ടോ. അപ്പം നമ്മൾ കുറേ പേര് ചോദിക്കും, ഈ ഹൈവേ കൂടെ പോകുമ്പോൾ നിങ്ങളുടെ അടുത്താണോ ലുലു എന്ന്. കാണുന്നതാണ് ലുലു മാള്. മറ്റേ മെയിൻ റോട്ടിൽ നിന്ന് ഹൈവേ കൂടെ കയറി കുറച്ചങ്ങോട്ട് എത്തുമ്പോഴേക്കും ലുലു മാളായി. അവിടെ നിന്ന് നമ്മൾ പാലത്തിൻ്റെ അടിയിൽ കൂടെയാണ് പോയി ചെന്ന് കയറുന്നത് വീണ്ടും ലുലു മാളിൻ്റെ ഫ്രണ്ടിലേക്കാണ് കേട്ടോ. ഇത്രയും വഴിയുള്ളൂ നമുക്ക് ലുലുവിലേക്ക് പോകാനായിട്ട്. ലുലു അല്ല, ഹൈലൈറ്റ് മാള്. എല്ലാവരും ലുലു എന്ന് പറയാമെന്ന് മാത്രം കേട്ടോ. അങ്ങനെ ഇതിൻ്റെ മുമ്പിൽ കൂടെ നേരെ പോയി കഴിഞ്ഞാലാണ് നമ്മുടെ മരിയാപുരം പള്ളി. നിങ്ങൾ പല വട്ടം കണ്ടിട്ടുണ്ടാവും, ഞാൻ എപ്പോഴും ചേച്ചിയുടെ അവിടേക്ക് പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ മുമ്പിൽ മറ്റേ ഹിൽ ഗാർഡൻസിൽ സെക്കൻഡ് ഗേറ്റിലാണ് അമ്മച്ചിയും ചേച്ചി ഉണ്ടായിരുന്നത്. അതായത് 2 ചേച്ചിമാരും അവിടെയായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ചേച്ചി മരിച്ചത്. അതുകൊണ്ടാണ് ഈ പള്ളിയിൽ കേട്ടോ. പക്ഷേ ഇപ്പം അവിടെ ആരുമില്ല. അങ്ങനെ വന്നു. കുർബാന കഴിഞ്ഞ് ഞങ്ങൾ കുഴിക്കലേക്ക് വന്നു. കുഴിക്കൽ വന്ന് ഇതാണ് ചേച്ചിയുടെ സ്ഥലം. അപ്പോൾ ഞാൻ എപ്പോഴും പറയും, ഇത് മരിയപുരം പള്ളിയുടെ ഒരു പ്രത്യേകത. ഭയങ്കര ഭംഗിയ, നീറ്റുമാണ്. ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ പ്രാധാന്യം കൊടുക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പള്ളിയിൽ എല്ലാ ദിവസവും, അതായത് നവംബർ മാസം മരിച്ചവരുടെ മാസമാണല്ലോ, എല്ലാ ദിവസവും ഇതുപോലെ ആൾക്കാർ. ഞാൻ ഇന്ന് ഞെട്ടിപ്പോയി. അപ്പോൾ അച്ഛൻ വിളിച്ച് പറഞ്ഞു, കുർബാന കഴിഞ്ഞ് പതിവ് പോലെ 2 വരിയിൽ ആൾക്കാർ സെമിത്തേരിയിലേക്ക് നടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്താവുമെന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ പള്ളിയിലുള്ള ആൾക്കാർ മുഴുവൻ 2 വരിയായിട്ട് സെമിത്തേരിയിൽ കയറി. സെമിത്തേരിയിൽ ഒരു ഒപ്പീസ് ഉണ്ടായിരുന്നു. അതിലെല്ലാവരും പങ്കെടുത്തതിന് ശേഷം എല്ലാവരും മടങ്ങിപ്പോയി. പിന്നെ നമ്മൾ പേഴ്സണലി ചെല്ലുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒപ്പീസായിരുന്നു. അങ്ങനെ ചേച്ചിക്കുള്ള ഒപ്പീസും ചൊല്ലി അച്ഛൻ അവിടുന്ന് മടങ്ങി. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കും എന്താണാവുമെന്ന്. ഇത് അന്ന പുറത്താണുള്ളത്. അപ്പോൾ അവൾക്ക് ഇപ്പം നമുക്ക് എല്ലാ സൗകര്യമുണ്ട്, വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ സൗകര്യമുണ്ട്. അപ്പോൾ ഈ ഒപ്പീസ് നടക്കണ നേരത്ത് അവൾ അവിടെ നിന്ന് വിളിച്ചപ്പോൾ എണീറ്റ് ഒപ്പം ഒപ്പീസ് കൂടി മരിച്ച വിശ്വാസികളുടെ ചൊല്ലിയപ്പോൾ അതിലൊരു സ്വർഗസ്ഥനായ ചൊല്ലി. അതായത് നമ്മൾ ദൂരെയാണെന്നുള്ളൊരു ഫീലില്ല ഇപ്പം സംബന്ധിച്ച് എങ്ങനെയെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് നമ്മൾ എത്ര ദൂരെയായാലും നമുക്ക് മുഖത്തോട് മുഖം കണ്ട് സംസാരിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരുവിധം എല്ലാ വീടുകളിലും 1ഉം 2ഉം മക്കളുള്ളവർ ചിലപ്പോൾ 2 പേരും പുറത്താവും, ചിലപ്പോൾ ഒരാൾ പുറത്താവും. അങ്ങനത്തെ ഒരവസ്ഥയാണ്. പക്ഷേ അതിനൊരു പ്രശ്നമില്ല, കാരണം എന്നും കാണാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. അങ്ങനെയാണല്ലോ ഇപ്പോൾ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോൾസേട്ടൻ ഞങ്ങളുടെ കൂടെ വന്നു. റോസയും ജോർജേട്ടനൊക്കെ ഉച്ചയിലത്തേക്കുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് കടന്നു. ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ പോൾസേട്ടൻ അവിടെ നിന്ന് പോൾസേട്ടൻ എപ്പോഴും ഒരു മോർണിംഗ് വാക്ക് പതിവുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നോളാം എന്ന് പറഞ്ഞിട്ട് വീടിൻ്റെ മുമ്പിൽ ഇറങ്ങിയതിന് ശേഷം പോൾസേട്ടൻ അങ്ങോട്ട് പോയി. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്, ഞാനും പിള്ളേർസിനൊക്കെ സ്കൂളിൽ വിടണമല്ലോ നമുക്ക്. അങ്ങനെ പോൾസേട്ടൻ ഇവിടെ ഇറങ്ങി, ഞങ്ങളിതേ അകത്തേക്ക് കയറി. പിന്നെ എന്താ പറയുക, പതിവുള്ള കാര്യങ്ങൾ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ചേച്ചിയുടെ അവിടെ. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലാറ്റിൽ, ജോർജേട്ടൻ്റെ ഫ്ലാറ്റിൽ ഞങ്ങളവിടെയാണ് കൂടാറ് സാധാരണഗതിയിൽ. പക്ഷേ അക്കിക്ക് കാലിൻ്റെ ഈ പ്രശ്നം കാരണം ഇന്നലെ ഇങ്ങോട്ട് വന്നു. 2 ദിവസമായിട്ട് യാത്രകളായിരുന്നു. പിന്നെ കയറി ഇറങ്ങേണ്ട ഒരു ബുദ്ധിമുട്ട് കൊണ്ട് തന്നെ ഇന്ന് ഇവിടെ തന്നെ ചെയ്യാം, അത് കഴിഞ്ഞിട്ട് പോകുമ്പോൾ റോസ ഫ്ലാറ്റിൽ കയറി പൊക്കോളാമെന്ന് പറഞ്ഞു.
അപ്പോൾ ഞാൻ രാവിലെ വന്നപ്പോൾ പിള്ളേർസിൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഇതാ ഒരുത്തൻ കുളിയൊക്കെ കഴിഞ്ഞ് പോവാൻ റെഡി ആയിട്ട് നിൽക്കണു. പാച്ചൂട്ടൻ കുളിക്കാൻ നിൽക്കണു. തോമുട്ടൻ പോയി, ഓൾറെഡി പോയി. അങ്ങനെ എന്താ പറയുക, ആകെ തിരക്ക്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് കാലത്ത് ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ഇന്ന് വസന്തേച്ചി നേരത്തെ പോകുന്നു പറഞ്ഞു. പോണതിന് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് വെച്ചിട്ട് പോവാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഇന്ന് പുട്ടും കടലയാണ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ റോസ ബ്രെഡും സ്റ്റൂവും വെക്കാൻ പറഞ്ഞപ്പോൾ വസന്തേച്ചി വേണ്ട, ഞാനിത് ചെയ്ത് പൊക്കോളാന്ന് പറഞ്ഞിട്ട്, പള്ളിയിൽ പോകണമല്ലോ റോസയ്ക്ക്, ചെയ്ത് വെച്ചോളാന്ന് പറഞ്ഞിട്ട് ആളത് ചെയ്ത് പോവുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ രാവിലെ ഇവിടെ നിന്ന് സത്യം പറഞ്ഞാൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ രാവിലെ പോകുമ്പോൾ ഒരു കട്ടൻ കാപ്പിയും 2 റസ്ക്കും, നല്ല റസ്ക്കായിരുന്നു കേട്ടോ. ഞാൻ ഇന്നലെ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ, നല്ല റസ്ക്കായിരുന്നു. മറ്റേ ഹൈലൈറ്റ് മാളിൽ നിന്ന്, ലുലു മാളിൽ നിന്ന് വാങ്ങിയ റസ്ക് നല്ലതായിരുന്നു കേട്ടോ. ചെറുതാണ്, അതിൽ നട്ട്സല്ല, അതിൽ മറ്റേ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഓരോ പീസ് ഉണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വളരെ ചെറുതാണ് കേട്ടോ. കുറച്ചും കൂടി വലുതാണെങ്കിൽ നമുക്കൊരു 2 തിന്നാൽ മതിയാവും. ഇതിപ്പോൾ 2 എന്ന് പറയുമ്പോൾ ഒരെണ്ണത്തിൻ്റെ വലിപ്പമുള്ളൂ, എന്നാലും സാരമില്ല. അങ്ങനെ ദേ പിള്ളേർസ് ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ അവർക്കറിയില്ല കേട്ടോ നമ്മൾ അപ്പുറത്തേക്ക് പോകുമെന്നുള്ളതൊന്നും. അങ്ങനെയൊന്നും ഇവർക്ക് അങ്ങനെ അറിയാറായിട്ടില്ല സംഭവം. എനിക്ക് തോന്നുന്നു പെൺകുട്ടികളാണെങ്കിൽ കുറച്ചും കൂടിയൊക്കെ നമ്മുടെ കാര്യങ്ങൾ കുറേയും കൂടി ശ്രദ്ധിക്കും. ഇവരെ സംബന്ധിച്ച് ഈ 3 കുട്ടന്മാരല്ലേ, ഇവർക്ക് ഇങ്ങനത്തെ ഒരു ചിന്തയില്ല. അവർക്ക് കുറേ കളിക്കണം, കുറേ ഓടണം, ചാടണം, അങ്ങനെയുള്ളൂ കേട്ടോ. അങ്ങനെ ഇവരൊക്കെ പോയതിന് ശേഷം ഞങ്ങളിനിപ്പോൾ ഡ്രസ്സ് മാറി പോകാൻ നോക്കുകയാണ്. അപ്പോൾ ഡാഡി കൊണ്ടാക്കി വരുന്നതോടുകൂടി ഞങ്ങളോട് റെഡി ആയിട്ട് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം നമ്മുടെ അത്യാവശ്യം പണികൾ കാര്യങ്ങളുണ്ടല്ലോ, അപ്പോൾ ഇതൊക്കെ ഇന്നലത്തെ പാത്രങ്ങൾ കഴുകി കമത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ വേഗം എടുത്ത് ഒതുക്കി വെച്ചു. ഈ പാത്രങ്ങൾ, പിന്നെ കുപ്പികൾ. അപ്പോൾ ഞാൻ ആരെങ്കിലും വന്നാൽ എക്സ്ട്രാ വെക്കുന്നതാണ് ഈ 4 കുപ്പി കേട്ടോ. അപ്പോൾ അത് ഒക്കെ കംപ്ലീറ്റ് എടുത്ത് വെച്ച് അവിടെയൊക്കെ വൃത്തിയാക്കി. അത് കഴിഞ്ഞ് എൻ്റെ ഗുളികകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് അതാത് ബോക്സുകളിലേക്ക് കുറച്ചാക്കാണ്ടായിരുന്നു, അതാക്കി. അപ്പോഴേക്കും എന്താ കുട്ടികളുടെ കുപ്പികളും കാര്യങ്ങളൊക്കെ തിളപ്പിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതേ സമയം 10 മിനിറ്റ് 10 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ അവിടെ എത്തിയിട്ടാണ്. നമുക്കറിയാമല്ലോ ഇവിടുന്ന് 10 അടി അങ്ങോട്ട് വെച്ചാൽ നമ്മളുടെ ചേച്ചിയുടെ വീടായി. അങ്ങനെ ഞങ്ങളിതേ മാറി ഇറങ്ങി. അപ്പോൾ ഡാഡി ഗേറ്റിൻ്റെ അവിടെ കാർ ഇട്ടുള്ളൂ, കുട്ടികളെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ഇറങ്ങി നേരെ ചേച്ചിയുടെ അവിടെ ചെന്നു. അപ്പോൾ അവരൊക്കെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അപ്പോൾ റോസ കിച്ചണിൽ പരിപാടികൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ വസന്തേച്ചി ഇല്ല എന്ന് പറഞ്ഞില്ലേ, വസന്തേച്ചി വീട്ടിലേക്ക് പോയി വെക്കാം. അപ്പോൾ ഞങ്ങൾ ചെന്ന് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു. എന്നിട്ടാണ് വർത്തമാനത്തിന് ഇരുന്നുള്ളൂ കേട്ടോ. കാരണം ആ ഒരു പണി കഴിഞ്ഞാൽ ആ ഒരു കാര്യം കഴിഞ്ഞു. നമ്മൾ അധികം ആൾ കൂടുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വേഗം ഓരോ പണികൾ കഴിച്ച് വെച്ചാൽ പണി എടുക്കുന്നവർക്കൊരു എളുപ്പമാണ്. അപ്പോൾ രാവിലത്തെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാത്രം കാര്യങ്ങൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാമല്ലോ. അങ്ങനെ വർത്താനം പറയപ്പോൾ ഡിവൈനും റോസയാണ് മെയിനായിട്ട് ഇന്ന് കിച്ചണിലുണ്ടായിരുന്നത് കേട്ടോ. ഡിംപിൾ അങ്ങോട്ട് ചെന്നെങ്കിലും വേണ്ടാന്ന് പറഞ്ഞിട്ട്, കാരണം എല്ലാവർക്കും കൂടി നിന്ന് ചെയ്യാനുള്ളതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വിട്ടു. അപ്പോൾ നല്ല തൃശ്ശൂർ മീൻ കറി ഉണ്ടായിരുന്നു. പിന്നെ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ബീഫ്, ചിക്കൻ, അങ്ങനെ എല്ലാ സല്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അച്ചാർ, അക്കിയുടെ സ്പെഷ്യൽ 2 ടൈപ്പ് അച്ചാറുണ്ടായിരുന്നു കേട്ടോ. ഞാനത് കൊണ്ടുവരണം എന്ന് വിചാരിച്ചു, മറന്നുപോയി. അപ്പോൾ അങ്ങനെ എല്ലാവരും ഊണൊക്കെ കഴിച്ച് എനിക്ക് തോന്നുന്നു ഇരുന്നോടത്തുനിന്ന് അനങ്ങിയിട്ടില്ല. വർത്താനമായിട്ട് അവിടെ ഇരിക്കായിരുന്നു. അങ്ങനെ ഡോൺ ഉച്ചയ്ക്ക് വന്നു. ഡോൺ വരുമ്പോൾ തോമൂനെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡാഡിക്ക് ഇന്നൊരു കുർബാന ചെലിക്കലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഡാഡി വന്നത് കേട്ടോ. പക്ഷേ അവിടെ നിന്ന് കഴിച്ചില്ലേന്ന് അറിയില്ല, ഇവിടെ വന്നിട്ടും കുറച്ച് ഭക്ഷണം കഴിച്ചു. കാരണം മീൻകറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതും കഴിച്ചു. അങ്ങനെ അപ്പം ഞാനിങ്ങനെ നിന്നപ്പോഴാണ് അവിടുത്തെ ചെടികളും കാര്യങ്ങളൊക്കെ എടുത്തത്. അപ്പോൾ റോസയ്ക്ക് ഇന്ന് പോകുമ്പോൾ കുറച്ച് ചെടികൾ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആൾ ചെടി പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഡിവൈനും ഡോണും കുട്ടികളെയും കൊണ്ട് യാത്രയായിട്ടോ. കാരണം അവർക്ക് കുളിയും സ്കൂളിൽ നിന്ന് വന്ന് ചാക്കോ നേരം ഇങ്ങോട്ടല്ലേ വന്നേ. അപ്പോൾ അത് കുളിയും കാര്യങ്ങളൊക്കെ കഴിച്ച് റെസ്റ്റ് എടുക്കാം എന്നുള്ള രീതിയിൽ. പിന്നെ ഡിവൈനിന് 2 ദിവസം കഴിഞ്ഞാൽ ഹോസ്പിറ്റലിലേക്ക് പോകണം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ അപ്പോഴത്തെ ഉണക്കാനും വെക്കാനും തേക്കാനും കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഡിവൈൻ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ. അപ്പം ഇനി ഡിവൈൻ പോകാമെന്ന് പറഞ്ഞിട്ട് ഡിവൈൻ പോയി. അപ്പം ഞങ്ങളിതാ ബാക്കി എന്താ പറയുക, 2 പെൺകുട്ടികളും ഞങ്ങൾ 2 അമ്മമാരും. പിന്നെ ഇപ്പോൾ ആരും ഇല്ലല്ലോ. ഇപ്പോൾ ഡയോണും അന്നയും പുറത്താണ്, ഡോൺ അങ്ങോട്ട് പോയി. പിന്നെ ഞങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മളുടേതായ കുറേ കാര്യങ്ങളുണ്ടാവുമല്ലോ പറയാനായിട്ട്. അപ്പം ഞങ്ങളിങ്ങനെ കിടന്ന് കുറേ നേരം വർത്താനം പറഞ്ഞു. നമ്മൾ ഇങ്ങനെ എന്താ പറയുക, നമ്മൾ ചേട്ടത്തിരീത്തിമാർ മാത്രം ഉണ്ടാകുമ്പോൾ ഒരു സംസാരം ഉണ്ടല്ലോ, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ്
എന്താ പറയുക, കുറേ സംഭവങ്ങൾ. അപ്പോൾ നമുക്ക് പഴയ കാര്യങ്ങളാണ് കേട്ടോ അധികം പറയുക. അതിപ്പോൾ വന്ന് കയറിയ കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ ഞങ്ങളുടേതായ കുറേ കുട്ടിക്കാലത്തെ കുറേ വിശേഷങ്ങൾ, എൻ്റെയും ചേച്ചിയുടെയും ഞങ്ങൾ 3 പേരായിട്ടുള്ള വിശേഷങ്ങൾ, ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞ്, പിന്നെ റോസയും ഡിംപിളും കുറേ വിശേഷങ്ങൾ പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഇതാ ചെടികളും കാര്യങ്ങളൊക്കെ പറിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ചേച്ചി നല്ല സമയത്ത് പെയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അതായത് ഇപ്പോഴാണ് വീൽ ചെയർമായി, ഇതെനിക്ക് തോന്നുന്നു ഈ ഒരു വർഷമായിട്ടാണ് ഒട്ടും താഴ്ത്തേക്ക് ഇറങ്ങാനും ഇതും പറ്റാണ്ടത്. ഇപ്പം എങ്ങനെ വെച്ചാൽ കാലിൻ്റെ അടിയും പഴി തുടങ്ങിയപ്പോഴാണ് വല്ലാണ്ട് പ്രശ്നമായത്. അതുവരെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇരുന്നോടത്തിരുന്ന് വീൽ ചെയർമേ ആയാലും ഇരുന്ന് ചെയ്യും. പക്ഷെ ഇപ്പോൾ തീരെ പറ്റാണ്ടായി. അപ്പോൾ ഇതൊക്കെ മൂപ്പരുടെ കലാവിരുദ്ധകളാണ് കേട്ടോ. ഓരോ സാധനങ്ങൾ വാങ്ങി അത് പെയിൻറ്റ് ചെയ്യലും അതുമ്പോൾ ഓരോന്ന് ചെയ്യലൊക്കെയാണ് മൂപ്പരുടെ മെയിൻ പണി. അപ്പോൾ നിറച്ചുണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ കണ്ടു, ഇതിലൊക്കെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഭയങ്കര ഇൻട്രസ്റ്റാണ് ആൾക്ക്. അപ്പോൾ ചേച്ചിക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഈ ചെടികൾ ഇങ്ങനെ ഇവിടെ തൊട്ടടുത്ത് വെച്ചേക്കണം. അപ്പോൾ മൂപ്പര് ഇങ്ങനെ വീൽ ചെയറിൽ വന്നിട്ട് അവിടെ ഉമ്മർത്ത് അവിടെ ഇരിക്കും. ഇരുന്ന് കഴിഞ്ഞിട്ട് അവിടെ ഇരുന്നും കൊണ്ട് ഓരോ ചട്ടി ഇങ്ങനെ ചേട്ടനോ അല്ലെങ്കിൽ വസന്തിച്ചോ എടുത്ത് മുന്നിൽ വെച്ച് കൊടുക്കും. മൂപ്പർക്ക് തന്നെ വളമിടണം. അപ്പോൾ മൂപ്പര് അത് കൊത്തിക്കളച്ച് അതിൽ വളമൊക്കെ ഇട്ട് എന്താ പറയുക ഭംഗിയാക്കി വെക്കും. അപ്പോൾ അതാണ് മൂപ്പരുടെ പണി. അപ്പോൾ ഇത് പപ്പക്കായ ഞാൻ മാവ് കാണിക്കാൻ മറന്നു പോയിട്ടോ. വലിയ മാവുണ്ട്, ഇരുമ്പം പുളിയൊക്കെ ഇങ്ങനെ ചട്ടിയിൽ വെച്ചിട്ട് നിറച്ചുണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓച്ചും റോസയും കൂടിയിട്ട് ഇവർ 2 റോസന്മാരാണ് കേട്ടോ. 2 പേർക്ക് അവരുടെ അമ്മാമ്മമാരുടെ പേരാണ്. ഡിംപിൾ റോസ് എന്നുള്ളത് ഇവിടുത്തെ ഡാഡിയുടെ അമ്മയുടെ പേര് റോസി എന്നുള്ളതും, റോസ എന്നുള്ളത് റോസയുടെ പേര് റോസ് എന്നാണ് കേട്ടോ. അപ്പോൾ റോസ എന്നുള്ളത് അവിടുത്തെ റോസമ്മയുടെ പേരും. അപ്പോൾ ഞങ്ങളുടെ 2 റോസന്മാരാണ് കേട്ടോ അവർ. അങ്ങനെ അവർ 2 പേരും കൂടിയിട്ട് ഓരോ വർത്താനവും പറഞ്ഞ് ചെടികളും പറിച്ച്, അപ്പോൾ അക്കി ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു കൊടുക്കണം. ഈ ചെടി അതാണ്, ഈ ചെടി ഇതാണ്. ഞാൻ പറഞ്ഞില്ല, അക്കിയുടെ ലോകം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ചെടികളാണ്. മുമ്പെന്ന് പറഞ്ഞാൽ സാരി വർക്ക് ചെയ്യുക, കേക്ക് ഉണ്ടാക്കുക, സ്വീറ്റ്സ് ഉണ്ടാക്കുക, അങ്ങനെയുള്ള പിന്നെ ഈ പലതരം റൈസുകൾ അതൊക്കെ ചേച്ചി ഉണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ അധിക ഭാഗം തിന്നാറ് കേട്ടോ. അങ്ങനെ ഓച്ചുവിൻ്റെ പണിയാണ് അതിൻ്റെ വീൽ ചെയർമ കയറിയിരിക്കുക. അപ്പോൾ അക്കി പറഞ്ഞു കൊടുക്കുക, മോളെ ഒരിക്കൽ പോലും ആഗ്രഹിക്കായിരിക്കും ഇതുമ ഇരിക്കണം എന്നുള്ളത്. അപ്പോൾ അവൾക്ക് അത് ഇരുന്നപ്പോൾ എന്തോ ഒരു പൂതി. അപ്പോൾ ചേച്ചി പറഞ്ഞു കൊടുക്കുക, മോളെ ഒരിക്കൽ പോലും ആഗ്രഹിക്കായിരിക്കും, അത് കാണാൻ നല്ല സുഖമാണ്, ഇരിക്കാനും സുഖമാണ്, പക്ഷേ വലിയ സുഖമില്ല അതുമ്മ ഇരിക്കാനായിട്ട്. 24 മണിക്കൂർ ഇരിക്കുന്നവർക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ എന്ന് പറയാം. അപ്പോൾ അവിടെ കിടക്കണാണ്ടപ്പോൾ വെറുതെ ഇരുന്നതാട്ടോ. അപ്പോൾ എനിക്കും അത് പെട്ടെന്ന് അവളതുമ്മ ഇരിക്കണാണ്ടപ്പോൾ എനിക്കും ഒരു പേടിയായി. അങ്ങനെ പുറത്തത്തെ ചെടികൾ ഇതുമ്മ ഈ ഉണ്ടായ കുമ്പളാണ് കേട്ടോ. അതുമ്മ ഒരു കുമ്പളങ്ങി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ റോസ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുകയാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവൾ ഫ്ലാറ്റിൽ പോയി, മമ്മി അവിടെ ഇല്ലെങ്കിൽ പോലും അന്ന് അവിടെ ഒരു ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങാം, കാരണം മമ്മിയുടെ എന്താ പറയുക മമ്മിയുടെ ദിവസമല്ലേ ഇന്ന്, അപ്പോൾ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ശരിയെന്ന് പറഞ്ഞിട്ട് ഡാഡി മക്കളെ കൊണ്ടാക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ അവിടെ ഫ്ലാറ്റിൽ പോയി അവിടെ നിന്ന് തിരിച്ച് ട്രെയിനല്ല ഇന്ന് ബസ്സിനാണ് പോയത്. അങ്ങനെ പോകാനായിട്ട് അവരിറങ്ങി. അപ്പോൾ അവരിറങ്ങി കഴിഞ്ഞ് ഞാൻ ഇറങ്ങാൻ നിന്നപ്പോഴാണ് ചേച്ചിയും പോർച്ചാട്ടും പറഞ്ഞ വസന്തിച്ചി ഇല്ല, കുറച്ച് നേരം കൂടി കഴിഞ്ഞിട്ട് പോവാം. പാച്ചു ആണെങ്കിൽ നല്ലോണം ഉറങ്ങുകയും ചെയ്തു. എന്നാൽ പിന്നെ അവനൊന്ന് ഉറങ്ങി എണീക്കട്ടെ. അപ്പോൾ അവിടെ ആയാലും ഇപ്പോൾ നമ്മുടെ വീട്ടിലായാലും തോമും ചാക്കോച്ചൻ ഉറങ്ങാവും, തോമും ഹോംവർക്ക് ചെയ്യും. അപ്പോൾ അവിടെയും സ്വസ്ഥമായിട്ട് നിന്നോട്ടെ, ഇവിടെ പാച്ചു ഉറങ്ങണ കാരണം കുറച്ച് നേരം വർത്താനം പറഞ്ഞിരുന്നിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളങ്ങനെ അവിടെ ഇരുന്ന ഓരോ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി കൂടുമ്പോൾ പഴയ കുറേ വിശേഷങ്ങളാണ് പറയുക. അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഞാൻ കുരിശ് വരച്ച് ഞങ്ങൾ ഇറങ്ങായി. കാരണം സമയം 6 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ജോർജേട്ടനും മടങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജോർജേട്ടൻ മടങ്ങി വന്നതിന് ശേഷമാണ് ഞങ്ങൾ ഇറങ്ങിയത്. അങ്ങനെ ഇറങ്ങിയതേ നമ്മളുടെ പള്ളിയിലേക്കാണ് വന്നത്, അതായത് നടത്തറ പള്ളിയിലേക്ക്. അപ്പോൾ വന്ന് KSBBയുടെ അടുത്തേക്ക് ഒന്ന് വരാമെന്ന് വിചാരിച്ചിട്ട്, കാരണം പാച്ചു വന്ന് നവംബർ 2-ാം തീയതി ഇവിടുന്ന് പോകുന്നതിന് ശേഷം എപ്പോഴും അതെ അവനെന്തോ ഇവിടേക്ക് വരണം എന്നുള്ളൊരു ഇതാണ്. അപ്പം ഞാൻ അച്ഛനെ കൊണ്ട് തെറ്റി പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. പക്ഷേ കുർബാന നടക്കണതുകൊണ്ട് അത് പറ്റിയില്ല. അങ്ങനെ അവിടെ വന്ന് KSBBക്ക് ഒരു ഉമ്മൊക്കെ കൊടുത്ത് KSBBയോട് എന്താ പറയുക പ്രാർത്ഥിക്കണേ എന്നൊക്കെ പറഞ്ഞ് അവനെ കൊണ്ടുവന്ന്, അവനെന്തെങ്കിലും ഞാൻ പറയാറുണ്ട് ശീലക്കേട് തോന്നിക്കഴിഞ്ഞാൽ അപ്പം നമ്മളിവിടെ വന്ന് ഇവനോട് പ്രാർത്ഥിച്ച് അച്ഛനെ കൊണ്ട് നെറ്റി പിടിപ്പിക്കാറാണ് സ്ഥിരം പതിവ് കേട്ടോ. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് എന്താണെന്ന് അറിഞ്ഞൂടാ, ഇന്നലെ തൊട്ടവന് ആകെ, അപ്പോൾ സ്കൂളിൽ നിന്ന് മാമും ചോദിച്ചു എന്ത് പറ്റി കെൻഡ്രിക്ക് ഇന്ന് ആകെ മൂഡ് ഓഫിലാണല്ലോ, എന്താ കെൻഡ്രിക്കിന് പറ്റിയെന്ന് ചോദിച്ചു. എന്തോ അവനൊരു ഉഷാറില്ല, മൊത്തത്തിലൊരു സുഖമില്ലാത്ത പോലെ, എന്നാൽ വേറെ പനിയോ കാര്യങ്ങളോ ഒന്നുമില്ല.
അപ്പോൾ ഇവിടെ വന്ന് പോന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവനെപ്പോഴും ഉഷാറാവാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വിശ്വാസത്തിൻ്റെയാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. അങ്ങനെ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുർബാന കഴിഞ്ഞിട്ടില്ല, കുർബാന നടക്കുകയാണ്. അപ്പോൾ പിന്നെ വെയിറ്റ് ചെയ്യാൻ നിന്നില്ല, ഞങ്ങൾ നേരെ വീട്ടിൽ വന്നപ്പോൾ ഡിവൈൻ താഴെ വാതിൽ തുറന്നിട്ടിട്ട് മുകളിലുണ്ടായിരുന്നു. മുകളിൽ നനയ്ക്കലും കാര്യങ്ങളും, പിന്നെ തോമു ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇരിക്കണു, ചാക്കോച്ചൻ ഉറങ്ങണു, അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വന്ന് കയറി കഴിഞ്ഞിട്ട് പിന്നെ അറിയാലോ, ആ ഡിവൈൻ പോന്നപ്പോൾ തൊട്ടുള്ള വിശേഷങ്ങൾ പറയില്ല, പിന്നത്തെ പണി. അങ്ങനെ എന്താ പറയുക, കുറേ വർത്താനവും കാര്യങ്ങളും പഴയ കുറേ ഓർമ്മകളും ഒക്കെ ആയിട്ട് ഇന്നൊരു ദിവസം വളരെ ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു. അപ്പോൾ 7 വർഷം മുമ്പാണ് ചേച്ചി ഇതുപോലെ ഒരു ദിവസം പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിലാണ് ആൾ പോയത്. അപ്പോൾ ആ ഒരു ഓർമ്മ, അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് എപ്പോഴും, അതും 2 പേരും ചെറുപ്പം കുട്ടികളാണ്, അപ്പോൾ അവർക്ക് എപ്പോഴും മമ്മീനെ മിസ് ചെയ്യും. അപ്പോൾ 2 ആളും 2 സ്ഥലത്താണ്, ജോർജേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എങ്ങനെ വന്നാലും നമുക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ ഇന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നമ്മൾ പറയില്ലേ, മരിച്ച ഒരു ദിവസം ഒരു ഓർമ്മ ദിവസമായിട്ട് നമ്മൾ ആചരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ദിവസമാണ് ഇന്നായത്. അപ്പോൾ ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അപ്പച്ചൻ്റെയും അമ്മച്ചിയുടെയും ഒന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. കാരണം ഞങ്ങൾ 3 പെൺകുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിൽ ഞങ്ങൾ 3 ആളും കൂടി ഒരു നേരം ഭക്ഷണം ഒരുമിച്ച് കഴിക്കുക, അങ്ങനെയാണ് സാധാരണ പതിവിട്ട. ഇപ്പം മൂത്ത ചേച്ചിയും ഇല്ല. അപ്പോൾ ഞാൻ എന്ത് കാണിക്കുന്നു വെച്ചാൽ, അപ്പച്ചനോ അമ്മച്ചിയും മരിച്ച ദിവസം ഞാനോ അല്ലെങ്കിൽ ഞാൻ മിക്കവാറും അങ്ങട പോവുക. ഞാൻ എന്തെങ്കിലും ഒന്നിനും പറ്റില്ലെങ്കിൽ ഒരു 2 ബിരിയാണി വാങ്ങിയിട്ട് ഞാൻ ചേച്ചിയുടെ അടുത്ത് പോകും. ചിലപ്പോൾ ഇത് പറയൊന്നുമില്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിലറിയാം ഇന്ന് എൻ്റെ അപ്പച്ചൻ മരിച്ച അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചി മരിച്ച ദിവസമാണ്. അപ്പോൾ ഇപ്പം ഞാൻ കുട്ടികളോട് പറഞ്ഞു തുടങ്ങി, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ആങ്ങളെ വേണം എന്നുള്ളത്. എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് തോന്നുന്നു ഡിംപിളും ഡോണും തമ്മിലുള്ള ആ ബോണ്ടിങ് കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്കും ഇതുപോലെ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കേട്ടോ. അത് അതിമോഹമാണ്, ആഗ്രഹിച്ചിട്ട് കാര്യമില്ല എന്നറിയാം. എന്നാലും നമുക്ക് മോഹിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്ങനെ ഞാൻ വന്ന് എൻ്റെ പണികൾ തുടങ്ങി. അപ്പോൾ ഇന്ന് ലോഡഡ് ഫ്രൈസ് ഉണ്ടാക്കിയത്. അപ്പോൾ ഇന്ന് വേറൊരു രീതിയിലാണ് ഉണ്ടാക്കിയത് കേട്ടോ. മറ്റേ ഷ്രെഡഡ് ചീസ് വെച്ചിട്ട് എയർ ഫ്രയറിലാണ് ഉണ്ടാക്കിയത്. ഭയങ്കര ടേസ്റ്റായിരുന്നു. അപ്പോൾ ചിക്കൻ മറ്റേ പീസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡിവൈൻ പാറ്റി എടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് അത് ഇതിലിടുക ചെയ്തേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കഴിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ, ഞങ്ങൾ ഉണ്ണിയപ്പവും കിണ്ണത്തപ്പമൊക്കെ കഴിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നേ. പോൾസേട്ടൻ്റെ അടിപൊളി ചായയൊക്കെ കുടിച്ചിട്ടാണ് വന്നേ. ഡോൺ വന്നപ്പോൾ ഡോണിന് ഭയങ്കര വിശപ്പ്. അപ്പോൾ എന്നാൽ പിന്നെ ഇതുണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടാണ് ഡിവൈൻ ഇതിൽ നിന്നത്. അപ്പോൾ അതേ നമ്മുടെ ചാക്കോച്ചൻ കണ്ടു. ചാക്കോച്ചൻ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വർത്താനം എന്ന് പറഞ്ഞാൽ വർത്താന. അവൻ സ്കൂളിൽ മാമൊക്കെ പറയായിരുന്നു, മിടുക്കനായിട്ട് കുറേ കാര്യം പറയുന്നു. അപ്പോൾ അപ്പാപ്പനോട് അവന് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ തർക്കിച്ച് തല്ലൂടി ഇരിക്കാനാട്ടോ. ഭയങ്കര ചൊടിയാണ്, 2 ചേട്ടന്മാരുടെയും പോലെയല്ല. അപ്പോൾ വർത്താനം എന്ന് പറഞ്ഞാൽ അത് ഞാൻ ഇതുപോലെ എപ്പോഴെങ്കിലും അവൻ്റെ വർത്താനം ഉൾപ്പെടുത്തിയിട്ട് ഡിവൈനോട് പറയാട്ടോ ചെയ്യാനായിട്ട്. നല്ല രസമാണ് കേൾക്കാനായിട്ട്. അപ്പോൾ ഇന്നലെ മുഴുവൻ റോസമ്മായിയുടെ കൂടെയായിരുന്നു. റോസമ്മായ അമ്മായി എന്ന് വിളിച്ചിട്ടായിരുന്നു കേട്ടോ. പിന്നെ തക്കുഡൂനെ വിളിച്ചിട്ട് അതൊക്കെയായിരുന്നു. അപ്പോൾ നമ്മളുടെ പണികൾ നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ നമ്മുടെ 2-4 ആൻറ്റിക്കിൻ്റെ വളകളാണ് കേട്ടോ. അപ്പോൾ നേരത്തെയും കുറച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സംസാരത്തിൻ്റെ ഇടയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ ബാക്കിയാണ് ഇങ്ങനത്തെ വളകൾ. ഇതൊക്കെ 2-4 പക്ഷേ ഇതിൻ്റെ ഒരുവിധം സൈസൊക്കെ ചില വളകൾ ഈ സൈസിലുണ്ട്. ഈ സൈസിലല്ല 2.6 ഉണ്ട്. പക്ഷേ എല്ലാതും ഇല്ല, ഓരോ സൈസിലും ഓരോ പാറ്റേൺ വളകളാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കോറലാണ്. കോറലൊരു 3-4 പാറ്റേൺ ഉണ്ട് ഇതിൽ നമ്മളുടെ 2-4 സൈസിൽ. പിന്നെ റൂബി ഉണ്ട്. കോറൽ എനിക്ക് തോന്നുന്നു ഇതിൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. വളരെ റയറായിട്ട് കിട്ടുന്നൊരു സാധനമാണ് കോറലിൻ്റെ ആൻറ്റിക്കിൽ എന്ന് പറയുമ്പോൾ. ഇത് റൂബിയാണ്. അങ്ങനെ എന്താ പറയുക, നിങ്ങൾ കുറേ പേരൊക്കെ നമ്മളുടെ ഇത് വാങ്ങിച്ചിട്ട് ഏറ്റവും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള വളകളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ വളകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇവിടെ കുട്ടികൾ ഇനിയിപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ലല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് കഴിയാനായിട്ട് കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതില്ലയെന്ന് വിചാരിച്ചിട്ട് 9:30 കഴിയാൻ നിൽക്കണ്ട, 9:30യുടെ ഉള്ളിൽ നമുക്ക് എല്ലാ പരിപാടികളും കഴിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇന്ന് ലേറ്റായിട്ടോ നമ്മൾ വന്ന് വർത്താനം പറഞ്ഞിരുന്ന്. പിന്നെ കുറേ പെൻഡിങ് ഉണ്ടായിരുന്നു ഇന്നലെയും മിനിയാന്നും. എൻ്റെ കസ്റ്റമേഴ്സ് കുറേ പേര് ചോദിച്ചു, എന്താ ആൻറ്റി ഫോണിൽ സ്റ്റാറ്റസ് ഇടാത്ത, എന്താ ആൻറ്റി ഒരു അനക്കമില്ലാത്തതെന്ന്. പക്ഷേ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ഇതാണ് ഇടാത്തതും ഞാൻ ബിസി ആയിരുന്നു എന്നുള്ളതൊക്കെ. അങ്ങനെ ഇന്നലെ ഞാൻ ഒരു സർപ്രൈസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇത് ഇന്നലെ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഞാൻ അറിയാണ്ട് എനിക്ക് വേണ്ടിയിട്ട് ഡിവൈനെ കൊണ്ട് ഓർഡർ ചെയ്തില്ല. അവിടെ നിന്ന് ഓർഡർ ചെയ്ത് ഡിവൈൻ്റെ പേരില്ല.
അങ്ങനെ എന്തോ അയച്ച ഒരു സംഭവമാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ഇതേ സർപ്രൈസ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഉള്ള സമയത്താണ് ഇങ്ങനെ ഒരു പാക്ക് കൊണ്ടുവന്നിട്ട് ഡിവൈൻ പറഞ്ഞത്, മമ്മി ഇതൊന്ന് നോക്കി, ഇത് എന്താണെന്നൊന്ന് നോക്കി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്കിത് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ഇത് എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത് തുറന്ന് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം 2 ദിവസം മുമ്പ് എന്നോട് ജയശ്രീ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചായിരുന്നു ഇതിങ്ങനെ ഒരു സാധനം ഉണ്ട് കേട്ടോ എന്നുള്ളത്. അപ്പം ഞാനിങ്ങനെ നോക്കി, കാരണം എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും ഇത് ഉണ്ടായിരുന്നില്ല. അപ്പം ഞാനാന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. നമ്മളുടെ കയ്യിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ടല്ലോ, പിന്നെ ഞാനങ്ങനെ ഉപയോഗിക്കണമില്ല. അങ്ങനെ വെച്ച് നോക്കിയപ്പോഴാണ്, തുറന്ന് നോക്കിയപ്പോഴാണ് ഈ സംഭവം. അപ്പോൾ എനിക്ക് വളരെ ഉപകാരപ്പെട്ടുന്ന ഒരു സംഭവമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ജയശ്രീയോട് ഒരു ബിഗ് താങ്ക്സ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ആദ്യമായിട്ടാട്ടോ കാണുന്നത്. എൻ്റെ അടുത്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ മൂടിയായിട്ട് ഈ മെറ്റീരിയലിൽ എൻ്റെ അടുത്ത് ഇല്ല. ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് എൻ്റെ കയ്യിൽ സാധനമില്ല. പിന്നെ പുതിയ പുതിയ സംഭവങ്ങൾ ഇങ്ങനെ വരികയല്ലേ. അപ്പോൾ എപ്പോഴും എന്നോട് പറയും അവിടെ ഫ്രൂട്ട്സൊക്കെ പുറത്തല്ലേ ഇരിക്കാറ്. ഞാൻ സാധാരണ എങ്ങനെയാണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് എടുക്കുക എളുപ്പത്തിനാണ് ആ ട്രെയിൽ വെക്കേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ വെക്കുമ്പോൾ ഇങ്ങനത്തെ ബാസ്ക്കറ്റ് നല്ലതാണെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെയാണ് ഇത് കൊണ്ടുവന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ആ ആൾ തന്നെയാണ് ഇത് അയച്ചതെന്നുള്ളത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. കാരണം നമ്മളപ്പോൾ ഇന്നലെ എൻ്റെ എല്ലാവരും ഉള്ള സമയത്താണ് ഇത് വന്നത്. അപ്പോൾ അവരൊക്കെ പറയായിരുന്നു അയ്യോ ഭയങ്കര ഭാഗ്യമുള്ള എന്തോരം ഗിഫ്റ്റ് അമ്മയ്ക്ക് കിട്ടണേ, അല്ലെങ്കിൽ നിനക്ക് കിട്ടണേ എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷം തോന്നിയിട്ട്. ഗിഫ്റ്റ് കിട്ടണേനല്ല, നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മളുടെ എന്താ പറയുക കാര്യങ്ങൾ നോക്കണവരും നമുക്ക് ഇതിനേക്കാൾ നല്ലത് അതാണെന്നൊക്കെ പറഞ്ഞു തരണവരൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് കേൾക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമാട്ടോ. അത് നിങ്ങളും അനുഭവിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. അപ്പോൾ കൈനീട്ടം എന്നോട് വെക്കാൻ പറഞ്ഞിട്ട് ഞാൻ കൈനീട്ടമല്ല ആദ്യത്തെ വെക്കുന്നത്, അങ്ങനെ ഞാൻ വെച്ചു. പിന്നെ ഇതേ ഫ്രൂട്ട്സൊക്കെ അവിടെ വെച്ചപ്പോൾ ഡിവൈൻ പറഞ്ഞു ഇനിയിപ്പോൾ നമുക്കിത് ഇവിടെ തന്നെ വെക്കാം, ഇനി എടുത്ത് വെക്കാം. അപ്പോൾ എനിക്കൊരു സ്വഭാവമുണ്ട്, എന്ത് കിട്ടിയാലും എടുത്ത് വെക്കുക എന്നുള്ളത്. എനിക്ക് ഉപയോഗിക്കാൻ വലിയ മടിയാട്ടോ. അങ്ങനെ തന്നെ ഈ ഫ്രൂട്ട് ബാസ്ക്കറ്റും എടുത്തു വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്കും അറിയാം അത് നല്ലൊരു ശീലമല്ല എന്ന്. എന്നാലും എന്തോ നല്ല സാധനങ്ങൾ കണ്ടാൽ എടുത്തു വെക്കുക എന്നുള്ളത് ഒരു ശീലമായി. പക്ഷേ ഇപ്പം അങ്ങനെയല്ല കേട്ടോ. ഇപ്പം ഞാൻ പറയും എന്നെ നോക്കണ്ട, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ തോന്നണേന്ന് വെച്ചാൽ ഒക്കെ എടുത്തോ. കാരണം വെറുതെ ഇങ്ങനെ കെട്ടി വെച്ചിരുന്നിട്ട് എന്തിനാന്ന് ഞാനും പറഞ്ഞു തുടങ്ങി കേട്ടോ. അങ്ങനെ ഈ പാത്രം അതവിടെ വെച്ചു. ഇനിയിപ്പോൾ ഇതിനൊരു സ്ഥാനം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അങ്ങനെ രാത്രി കഞ്ഞി മതി എന്ന് പറഞ്ഞു. കാരണം ഇന്ന് ഉച്ചയ്ക്ക് ഹെവി ആയിരുന്നു, ഇന്നലെ മിനിഞ്ഞാന്നോ ഒക്കെ ഇങ്ങനെയല്ലായിരുന്നേ. അപ്പോൾ കഞ്ഞിയും മുതിരിപ്പേരിയും നല്ല പുളിച്ചമ്മന്തി നമ്മുടെ ലുലുന്ന് വാങ്ങിയത്, മുളക് ചതച്ച ചമ്മന്തി. അത് കഴിഞ്ഞ് എൻ്റെ മക്കൾക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്ത് അവിടേക്കൊന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകി നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ ഡിവൈനും പിള്ളേർസും ഡോണും കയറിപ്പോയി. ഡിംപിൾ കിച്ചൺ ഒതുക്കുന്നുണ്ട്. അപ്പോൾ പാച്ചു ഭക്ഷണം കഴിക്കായിരുന്നു. അപ്പോൾ ഡാഡി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അപ്പോൾ ഇന്ന് വേഗം കിടക്കണം എന്നാണ് ഇനി ഓർഡർ. വേഗം എല്ലാ ദിവസവും കിടന്നുറങ്ങണം. എൻ്റെ ഈ ഉറക്കൊളിക്കൽ ശരിയല്ല, അതാണ് തല ചിറ്റണേന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ വഴക്ക് കേട്ട കാരണം ഞാൻ എന്നാൽ ശരിയെന്ന് വിചാരിച്ചു. അപ്പോൾ ഡാഡി കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യുകയാണ്, ഡിംപിൾ ഇവിടെ ചെയ്യണു. ഡിവൈൻ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഒതുക്കിയിട്ടിട്ട് പോയി. അപ്പം എന്നാൽ പിന്നെ ആയിക്കോട്ടെ, വേഗം തന്നെ ആയിക്കഴിഞ്ഞാൽ വേഗം കിടക്കാമല്ലോ. അങ്ങനെ ഇന്നത്തെ എല്ലാ പരിപാടിയും ഭംഗിയായിട്ട് അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി അടുത്തതുള്ളത് പാക്കിംഗ് ആണ്. അപ്പം മണി 11 ആയി. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു വേണ്ട, പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും വേണ്ട, ഒക്കെ നാളെ രാവിലെ ചെയ്യാം. പിന്നെ കുട്ടികൾ ചെയ്യും അതൊക്കെ. അപ്പോൾ പിന്നെ എന്തിനാ ഞാൻ മെനക്കെടറേന്ന് വിചാരിച്ചു. എന്നോട് ഇനി അതൊന്നും വേണ്ടാന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ശരിയെന്ന് വിചാരിച്ച് ഞാൻ എല്ലാം അവസാനിപ്പിച്ച് കിടക്കാനായിട്ട് നോക്കുകയാണ്. അപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 11:05 ഇപ്പോൾ ഇത് ഞാൻ ലാസ്റ്റ് വീഡിയോ എടുക്കണത്. ഞാനാന്ന് വെച്ചാൽ അപ്പാപ്പളത്തെ കാര്യങ്ങൾ അപ്പാപ്പ എഡിറ്റ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്ന് എഡിറ്റിങ്ങിനും അധികം സമയം വേണ്ടി വന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അപ്ലോഡ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നുന്നു ഇനിയിപ്പോൾ ഒരു അരമണിക്കൂറും കൂടി ഉണ്ടെങ്കിൽ എൻ്റെ പരിപാടി കഴിയും. ഇന്ന് 12 മണിക്കുള്ളിൽ എൻ്റെ എല്ലാ പരിപാടിയും കഴിയും. മറ്റേത് എങ്ങനെയാണെന്ന് വെച്ചാൽ നെറ്റ് പ്രോബ്ലം വരുമ്പോൾ കുറേ ലേറ്റ് ആകുമ്പോഴാണ് എനിക്ക് ഈ 1 മണി 2 മണി ചിലപ്പോൾ 2:30 വരെ ആവാറുള്ളത്. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷം കേട്ടോ. അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. നല്ലൊരു ദിവസം തന്ന ദൈവത്തിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കണം. അപ്പോൾ ചേച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക. അപ്പോൾ നാളെ കാണാം. ബൈ.